ആരവല്ലി കാട്ടിൽ ഷേർ സിംഗ് എന്ന പേരിൽ ഒരു സിംഹരാജാവ് ഉണ്ടായിരുന്നു. രാജാവിന് വീർ സിംഗ് എന്ന പേരിൽ ഒരു മകൻ ഉണ്ടായിരുന്നു. ഒരു ദിവസം വീർ സിംഗ് പുറത്തു പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോൾ രാജാവ് പറഞ്ഞു, എടാ വീർ സിംഗ്, നീ യുവാവായി. കാട്ടിൽ വെറുതെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നതിനേക്കാളും നല്ലതല്ലേ രാജ്യഭരണത്തെക്കുറിച്ചെല്ലാം നീ എൻ്റെ അടുത്ത് നിന്ന് പഠിക്കുന്നത്? ശരി അച്ഛാ. പക്ഷേ ഞാനിപ്പോൾ എൻ്റെ കൂട്ടുകാരോടൊപ്പം പുറത്തു പോവുകയാണ്. ഓ അങ്ങനെയാണോ? ശരി, ഒരു കാര്യം ചെയ്യും, വൈകുന്നേരം വേഗം വീട്ടിലേക്ക് വാ, അപ്പം ഞാൻ നിനക്ക് പഠിപ്പിച്ചുതരാം. ശരി അച്ഛാ. സന്തോഷത്തോടെ വീർ സിംഗ് കൂട്ടുകാരോടൊപ്പം കറങ്ങാൻ പോയി. വേട്ടമൃഗത്തെ അന്വേഷിച്ച് നടക്കുന്നതിനിടയിൽ വീർ സിംഗ് ഒറ്റപ്പെട്ടു പോയി. അപ്പോഴേക്കും രാത്രിയായി. വൈകുന്നേരം വീട്ടിലെത്താന്ന് അച്ഛനോട് പറഞ്ഞതാണ്. ഇപ്പൊ തന്നെ സന്ധ്യ കഴിഞ്ഞു. വീട്ടിൽ പോയി കഴിഞ്ഞാൽ അച്ഛൻ എന്നെ ചീത്ത വിളിക്കും. അപ്പോഴാണ് വീർ സിംഗിന്റെ കാൽ ഏതോ ഒരു വസ്തുവിന്റെ മേൽ തട്ടിയത്. അവൻ താഴെ നോക്കിയപ്പോൾ ഒരു ചുവന്ന വൃത്തത്തിനുള്ളിൽ വച്ചിരിക്കുന്ന ഇലയുടെ മുകളിൽ ചെറുനാരങ്ങയും മുളകും ഉണ്ടായിരുന്നു. അയ്യേ, ഞാൻ എന്തായി ചവിട്ടിയത്? ഏതോ മന്ത്രവാദി കൂടോത്രം ചെയ്തു വെച്ചാന്നാ തോന്നുന്നത്. അവൻ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ചെറുനാരങ്ങയിൽ നിന്നും ഒരു കറുത്ത പുക പോലെ ഒന്ന് അവന്റെ ഉള്ളിലേക്ക് കയറി. പെട്ടെന്ന് ഒരു പിശാച് വീർ സിംഗ് സിംഹത്തിന്റെ പുറത്തു കയറിയിരുന്നു. അപ്പോൾ വീർ സിംഗിന്റെ കണ്ണുകൾ ചുവന്നു തുടുത്തു. അവൻ ഉച്ചത്തിൽ ഗർജിക്കാൻ തുടങ്ങി. സിംഹമേ, ഇന്നു മുതൽ നീ എന്റെ അടിമയാണ്. ഞാൻ പറഞ്ഞത് മാത്രമേ നീ അനുസരിക്കാൻ പാടുള്ളൂ. അപ്പോൾ ആ പിശാചിന്റെ കണ്ണുകൾ ഒരു മാനിന്റെ മേൽ പതിഞ്ഞു. കുറെ ദിവസമായി ഞാൻ നല്ലൊരു മാനിറച്ചി തിന്നിട്ട്. ഇടാ സിംഹമേ, പെട്ടെന്ന് മാനിനെ വേട്ടയാടി കൊണ്ടുതാ. പറഞ്ഞതുപോലെ ചെയ്യാം യജമാനനെ. ഇങ്ങനെ പറഞ്ഞ ശേഷം വീർ സിംഗ് ആ മാനിനെ വേട്ടയാടി പിശാചിന് കൊണ്ടുകൊടുത്തു. ഞാനിതാ മാനിനെ കൊണ്ടുവന്നിരിക്കുന്നു. യജമാൻ കഴിച്ചാലും. മറ്റൊരാളുടെ ശരീരത്തിൽ കയറാതെ പിശാചിന് ഒന്നും ചെയ്യാനാകില്ല. അതുകൊണ്ട് പിശാച് വീർ സിംഗിന്റെ ശരീരത്തിൽ പ്രവേശിച്ച് വേട്ടയാടി തിന്നാൻ തുടങ്ങി. ഇനി മുതൽ ഞാൻ ഈ കാട്ടിൽ കുറെ കിടുക്കാച്ചി വേട്ടകൾ നടത്തും. പിശാച് വീർ സിംഗിനെ മുഴുവനായും തന്റെ നിയന്ത്രണത്തിലാക്കി. വീർ സിംഗ് ബോധം കെട്ടു വീണു. പിറ്റേ ദിവസമാണ് വീർ സിംഗിന് ബോധം വന്നത്. ഓ, എവിടെയാ ഞാൻ? ഇന്നലെ രാത്രി എനിക്ക് എന്താ സംഭവിച്ചേ? ഇന്നലെ ഞാൻ വീട്ടിൽ പോയിക്കൊണ്ടിരുന്നാണല്ലോ. ഞാൻ ഇവിടെ എങ്ങനെ എത്തി? ഇങ്ങനെ ചിന്തിച്ച് വീർ സിംഗ് തന്റെ വീട്ടിലെത്തി. വീർ സിംഗിനെ കണ്ടതും ക്ഷുഭിതനായ സിംഹരാജാവ് പറഞ്ഞു, നിന്നോട് ഞാൻ വേഗം വീട്ടിലെത്താൻ പറഞ്ഞതല്ലേ ഇന്നലെ? പിന്നെ എന്തിനാ എത്ര വൈകിയത്? അച്ഛാ, അത് എന്താണെന്നറിയോ? ഒഴികഴിവുകളൊന്നും പറയണ്ട, ഞാൻ ചോദിച്ചതിന് മാത്രം പറഞ്ഞാൽ മതി. നീ എവിടെയായിരുന്നു ഇന്നലെ? രാത്രിയിൽ സംഭവിച്ചതൊന്നും പറയാതെ വീർ സിംഗ് പറഞ്ഞു, ഒരുപാട് അലഞ്ഞതുകൊണ്ട് ഞങ്ങൾ ക്ഷീണിതരായി. അപ്പോൾ ഒരു മരത്തിന്റെ ചോട്ടിൽ ക്ഷീണം തീർക്കാനായി കിടന്നതാ. എപ്പോഴാ ഉറങ്ങിയെന്ന് എനിക്കറിയില്ല. മകന്റെ കാരണങ്ങൾ കേട്ട് ക്ഷുഭിതനായ മഹാരാജാവ് അവിടെ നിന്നും പോയി. അതിനുശേഷം എല്ലാ ദിവസവും അർദ്ധരാത്രിയിലും വീർ സിംഗിനെ പിശാചി എഴുന്നേൽപ്പിക്കുമായിരുന്നു. വീർ സിംഗ്, എഴുന്നേക്ക്, നിന്റെ യജമാനൻ വന്നിരിക്കുന്നു. പറയൂ യജമാനനെ. നീ പെട്ടെന്ന് പോയി ഒരു മൃഗത്തെ കൊന്ന് ചുടുചോര മാംസം എനിക്ക് കൊണ്ടുതാ വേഗം. വീർ സിംഗ്, ഇന്നെനിക്ക് ആ പന്നിയിറച്ചിയാണ് വേണ്ടത്. പിശാചിന്റെ ആജ്ഞയനുസരിച്ച് വീർ സിംഗ് ഒരു പന്നിയെ കൊന്ന് പിശാചിന് കൊണ്ടുകൊടുത്തു. അന്ന് രാത്രി മുഴുവൻ പിശാചിന്റെ നിയന്ത്രണത്തിലായിരുന്നു വീർ സിംഗ്. നേരം പുലർന്നതും അവനെ സ്വതന്ത്രനാക്കി പിശാച്. ഈ സംഭവം എല്ലാ രാത്രികളിലും തുടർന്നു. ഓരോ ദിവസവും പിശാച് വീർ സിംഗിന്റെ അടുത്തെത്തും. അവനെയും കൊണ്ട് വേട്ടയാടാൻ പുറപ്പെടും. ഒരു ദിവസം ഷേർ സിംഗ് ഗുഹയുടെ പുറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു കുറുക്കത്തി കുറച്ച് മൃഗങ്ങളോടൊപ്പം രാജാവിനെ കാണാൻ അവിടെ എത്തി. രാജാവ് നീണാൾ വാഴട്ടെ. പറയൂ കുറുക്കത്തി, എന്താ കാര്യം? മഹാരാജാവേ, ഞാൻ അങ്ങയോട് ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് വന്നത്. പറയൂ കുറുക്കത്തി, എന്താണ് അത്യാവശ്യമായ കാര്യം? നിന്റെ കൂടെ കുറെ മൃഗങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്താണ്? പറയൂ. രാജാവേ, നമ്മുടെ കാട്ടിൽ ചില വിചിത്രങ്ങളായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വിചിത്രമായ സംഭവങ്ങളോ? മനസ്സിലായില്ല. കുറച്ചു ദിവസം മുമ്പ് നമ്മുടെ കാട്ടിൽ ഒരു മാനിന്റെ ജഡം കണ്ടിരുന്നു. അതിനുശേഷം എല്ലാ ദിവസത്തിലും ഓരോ മൃഗത്തിന്റെ ജഡം കാണാൻ തുടങ്ങി.
നീ പറയുന്നത് കേട്ടാൽ നമ്മുടെ കാട്ടിൽ ആരോ അതിക്രമിച്ചു വന്ന് വേട്ടയാടുന്നുണ്ടെന്നല്ല അർത്ഥം? അതേ രാജാവേ, എല്ലാ രാത്രിയിലും ആരോ നമ്മുടെ മൃഗങ്ങളെ അതിക്രൂരമായി തന്നെ കൊല ചെയ്യുന്നു. ഇതൊരു മൃഗം ചെയ്തതായിട്ടല്ല എനിക്ക് തോന്നുന്നത്. ഇതൊരു മൃഗമല്ല ചെയ്തതെങ്കിൽ പിന്നെ ആരായിരിക്കും? എൻ്റെ മനസ്സ് പറയുന്നത് ഇതൊരു പിശാച് ചെയ്തതാണെന്നാ. നിങ്ങൾ വെറുതെ ഈ അന്ധവിശ്വാസമൊന്നും പറഞ്ഞു പരത്തരുത്. പ്രേതം, ഭൂതം, പിശാച് എന്ന് പറഞ്ഞ സാധനങ്ങളൊന്നും ഇല്ല. മഹാരാജാവേ, ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങളുടെ മുത്തശ്ശിമാർ പിശാചുകളുടെയും ഭൂതങ്ങളുടെയും കഥ പറഞ്ഞു തരുമായിരുന്നു. പിശാചിന്റെ കഥയോ? ഏത് പിശാചിന്റെ കഥ? പിശാചേ ഒരു ദുരാത്മാവാണ്. അവനെ ആർക്കും കാണാൻ പറ്റില്ല. ആരുടെ ശരീരത്തിലാണോ അത് കയറുന്നത് അവർക്ക് മാത്രമേ ആ പിശാചിനെ കാണാൻ പറ്റുള്ളൂ. പിശാച് ഒരു ആത്മാവായി മാത്രം ഇരിക്കുമ്പോൾ നമ്മളെ ഉപദ്രവിക്കാൻ പറ്റില്ല. ഒരു ശരീരത്തിൽ കടന്നു കയറിയാൽ മരണക്രൂരനാണ്. അവന്റെ വിശപ്പ് മാറ്റാനായി അവൻ ആരെ വേണമെങ്കിലും വേട്ടയാടി കൊന്നു തിന്നും. മഹാരാജാവേ, അങ്ങ് കനിഞ്ഞ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. പിശാച് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊക്കെ പേടിയാ. പേടിക്കണ്ട, ഞാൻ നിങ്ങളോടൊപ്പം ഇല്ലേ. ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഞാൻ തന്നെ ഉണ്ടാക്കും. മഹാരാജാവിന്റെ ആശ്വാസ വാക്കുകൾ കേട്ട മൃഗങ്ങൾ ശാന്തരായി തിരിച്ചുപോയി. പ്രജകൾ പറയുന്നത് കേട്ടാൽ വേട്ടയൊക്കെ രാത്രിയാണ് നടക്കുന്നത്. അവര് പിശാചെന്നാണ് പറയുന്നത്. ആ ദുരാത്മാവ് വീർ സിംഗിന്റെ ശരീരത്തിൽ കയറി കൂടിയിട്ടായിരിക്കുമോ രാത്രിയിൽ ഈ ചോരക്കളിയൊക്കെ നടത്തിയത്? രാജാവിന് സംശയം തുടങ്ങി. തന്റെ മകന്റെ ശരീരം ഉപയോഗിച്ചാണോ ആ പിശാച് വേട്ടകളൊക്കെ നടത്തുന്നതെന്ന്. അതുകൊണ്ട് അവനെ രഹസ്യമായി നിരീക്ഷിക്കാൻ തീരുമാനിച്ചു. രാത്രിയിൽ വീർ സിംഗ് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അർദ്ധരാത്രിയിൽ പിശാച് എത്തി. നിന്റെ യജമാനൻ ഇവിടെ എത്തി വീർ സിംഗ്. വേഗം വാ, നമുക്ക് വേട്ടയാടാൻ പോകണ്ടേ? ശരി യജമാനെ. മകൻ വീർ സിംഗ് പുറത്തേക്ക് പോകുന്നത് ഒരു പാറയുടെ പുറകിൽ ഒളിച്ചിരുന്ന രാജാവ് കണ്ടു. സിംഹരാജാവിന് പിശാചിനെ കാണാൻ പറ്റിയില്ല. അതുകൊണ്ട് അയാൾ ആലോചിക്കാൻ തുടങ്ങി. അവൻ ആരോടോ ശരി യജമാനെ എന്ന് പറയുന്നു. അതിന്റെ അർത്ഥം ആ പിശാച് അവന്റെ ഉള്ളിലായിരിക്കും കയറിക്കൂടിയിരിക്കുന്നത്. അവനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. മകനെ പിന്തുടർന്ന് നടന്നുകൊണ്ടിരുന്ന രാജാവ് ഉൾക്കാട്ടിലെത്തി. സിംഹരാജാവിന്റെ കണ്ണുകൾക്ക് പിശാച് അദൃശ്യനാണ്. പക്ഷേ എന്നാലും രാജാവ് വീർ സിംഗിനെ പിന്തുടർന്ന് പോയി. പെട്ടെന്നാണ് പിശാചിന്റെ കണ്ണുകൾ ഒരു മാനിന്റെ മേൽ പതിഞ്ഞത്. വീർ സിംഗ്, ഈ മാനിനെ നോക്കൂ, നല്ല കൊഴുത്ത് ഉരുണ്ടിരിക്കുന്നു. വേഗം അതിനെ വേട്ടയാടിക്കൊണ്ടുതാ. ശരി യജമാനെ. പിശാചിന്റെ ആജ്ഞയനുസരിച്ച് വീർ സിംഗ് ആ പാവം മാൻകുഞ്ഞിനെ കൊല്ലാൻ പാഞ്ഞു. അപ്പോൾ സിംഹരാജാവ് അവിടെ എത്തി. നിക്കടാ അവിടെ. അപ്പൊ നീയാണ് ഈ ചോരക്കളികളുടെ കാരണക്കാരൻ. പിശാചിന്റെ നിയന്ത്രണത്തിലായിരുന്ന വീർ സിംഗിന് തന്റെ അച്ഛനെ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. എന്റെ വഴിയിൽ നിന്ന് നീ മാറി നിൽക്ക്. നിനക്ക് നിന്റെ ജീവൻ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് പോയിക്കോ. ഞാൻ പോയില്ലെങ്കിൽ എന്തെയും? നിന്റെ അച്ഛനെ തന്നെ കൊന്നുകളയെന്നാണോ നീ പറയുന്നത്? വീർ സിംഗ്, ഇവൻ വീം പഠിക്കുന്നു. ഞാൻ തീരുമാനിച്ചു, എനിക്ക് ഇവന്റെ മാംസം മതി. കൊണ്ടുപോവനെ. പിശാചിന്റെ ആജ്ഞ കേട്ട ഉടനെ തന്നെ വീർ സിംഗ് അച്ഛൻ രാജാവിന്റെ മേൽ ആക്രമണം തുടങ്ങി. രണ്ടുപേരും ഒഴിഞ്ഞ യുദ്ധമായിരുന്നു. ആ യുദ്ധത്തിൽ പിശാചിന്റെ ശക്തിയും ആവാഹിച്ചിരുന്ന വീർ സിംഗ് സിംഹരാജാവിനെ കൊന്നു. ഉടനെ തന്നെ പിശാച് സിംഹരാജാവിനെ തിന്നാൻ തുടങ്ങി. പിറ്റേ ദിവസം ബോധം തിരിച്ചു കിട്ടിയ വീർ സിംഗ് അച്ഛന്റെ ശവം കണ്ട് ഞെട്ടിത്തരിച്ചു. അച്ഛന്റെ ശവശരീരത്തിനരികിലിരുന്ന് അവൻ കരയാൻ തുടങ്ങി. എന്റെ ഈശ്വര, ഞാനിത് എന്താണ് കാണുന്നത്? ദൈവമേ, ആ പിശാചിൽ എന്നെ രക്ഷിക്കണേ, അല്ലെങ്കിൽ എന്നെ കൊന്നുകളയൂ. പക്ഷെ ഇങ്ങനെ എന്നെ ചെയ്യാൻ അനുവദിക്കരുത് ഭഗവാനെ. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവിടെ അവന്റെ കൂട്ടുകാരി ചങ്കി ആടെ എത്തി. ഏയ്, എന്തു പറ്റി വീർ സിംഗ്? നീ എന്തിനാ ഇങ്ങനെ കരയുന്നത്? നടന്ന സംഭവങ്ങളെ കൂട്ടുകാരിക്ക് വിശദീകരിച്ചു കൊടുത്തു വീർ സിംഗ്. ഞാൻ എന്ത് പറയാനാ? എല്ലാ രാത്രി എന്റെ ശരീരത്തിൽ ഒരു പിശാച് കേടിക്കൂടും. പിന്നെ എന്നെ കൊണ്ട് ഈ കൊലകളൊക്കെ ചെയ്യിപ്പിക്കും. ഇന്നലെ രാത്രി എന്റെ അച്ഛനെയാണ് ഞാൻ ഈ 2 കൈ കൊണ്ട് കൊല്ലേണ്ടി വന്നത്. എടാ, നീ പറഞ്ഞു വരുന്നത് രാത്രികളിൽ ഒരു പിശാച് നിന്റെ ഉള്ളിൽ കയറിക്കൂടി ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നോ? ആ, പക്ഷെ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്റെ സ്വബോധം തിരിച്ചു കിട്ടും. നീ പറഞ്ഞ കാര്യങ്ങൾ കേട്ട ശേഷം എനിക്ക് തോന്നുന്നത് നിന്നെ ഏതോ ഒരു പിശാച് ബാധിച്ചിരിക്കുന്നുവെന്നാണ്. എടാ, രക്ഷപ്പെടണം. നമുക്ക് രാത്രിയാകുന്നതിന് മുമ്പ് ആ സന്യാസിയെ പോയി കാണാം. രണ്ടുപേരും പെട്ടെന്ന് തന്നെ അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു സന്യാസിയുടെ ആശ്രമത്തിലെത്തി.
നമസ്തേ സ്വാമിജി, ഇത് എന്റെ കൂട്ടുകാരൻ വീർ സിംഗ്. ഇവനെ ഒരു പ്രേത ബാധിച്ചിരിക്കുന്നു. എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. അങ്ങ് മാത്രമേ ഞങ്ങൾക്ക് രക്ഷയായുള്ളൂ. ആട് പറഞ്ഞത് മുഴുവനും കേട്ട സന്യാസി കുറച്ചുനേരം ആലോചിച്ച ശേഷം വീർ സിംഗിന്റെ കണ്ണുകളിലേക്ക് ആഴ്ന്ന് ഉറ്റുനോക്കി. പറയൂ മോനെ, നീ എപ്പോഴെങ്കിലും മന്ത്രിച്ച് ചെരുന്നറിയ ചവിട്ടിയായിരുന്നോ? പെട്ടെന്ന് തന്നെ വീർ സിംഗിന് ആ സംഭവം ഓർമ്മ വന്നു. അതേ സ്വാമി, കാട്ടിൽ ഒരു പ്രാവശ്യം ഞാൻ ചെറുനാരങ്ങയും മുളകും ചവിട്ടിയായിരുന്നു. അന്ന് രാത്രി മുതൽ ഒരു പിശാച് നിന്റെ ശരീരത്തിൽ കയറി ദുഷ്പ്രവൃത്തികൾ ചെയ്യുന്നു. എന്താ ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതേ സ്വാമി. അതാരാണെന്ന് അറിയോ? ഒരു ക്രൂരനായ പിശാചാണ്. ഈ പിശാച് എവിടെ നിന്ന് വന്നു? എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത്? വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ മുത്തശ്ശൻ സിംഹമായിരുന്നു ഈ കാട്ടിലെ രാജാവ്. അവനൊരു നല്ല സിംഹമായിരുന്നില്ല. ഒരു ദിവസം നിഷ്കളങ്കനായ ഒരു മനുഷ്യക്കുഞ്ഞ് കളിച്ച് വഴി തെറ്റി ഈ കാടിൽ വന്നു പെട്ടു. അവൻ നിന്റെ മുത്തശ്ശനായ സിംഹരാജാവിനെ കണ്ടപ്പോൾ അടുത്തുപോയി അവൻ ഇങ്ങനെ ചോദിച്ചു: സിംഹമാമ, ഞാൻ കളിച്ചോണ്ടിരിക്കുമ്പോ അറിയാതെ ഇവിടെ എത്തിയതാ. എനിക്ക് വീട്ടിലേക്ക് പോകാനുള്ള വഴി പറഞ്ഞുതരോ? മോനെ, നിന്റെ വീട്ടിലേക്ക് പോകുന്ന വഴി എന്റെ വയറ്റിൽ കൂടെയാ പോകുന്നത്. എന്റെ വയറ്റിലേക്ക് വരാൻ നീ തയ്യാറാണോ? അതെ സിംഹമാമ, എനിക്ക് വീട്ടിൽ പോകണം. എത്രയും പെട്ടെന്ന് എന്നെ വയറ്റിന്റെ ഉള്ളിലാക്കി വേഗം എന്നെ വീട്ടിൽ കൊണ്ടാക്കൂ പ്ലീസ്. ദുഷ്ടനായ നിന്റെ മുത്തശ്ശൻ ആ കുട്ടിയെ കൊന്നു തന്നു. ഇതറിഞ്ഞ ആ കുഞ്ഞിന്റെ അമ്മ ഒരു മന്ത്രവാദിയുടെ സഹായത്തോടെ ആ കുഞ്ഞിന്റെ ആത്മാവിനെ ഒരു ചെറുനാരങ്ങയിലും മുളകിലും ആവാഹിച്ച് കാട്ടിൽ വെച്ചു. അവളന്ന് ശപഥം എടുത്തതാണ് അവളുടെ കുഞ്ഞിന്റെ ആത്മാവ് തിരിച്ചു വന്ന് ഈ കാട്ടിലുള്ളവരെ എല്ലാവരെയും കൊന്നു തിന്നുവന്ന്. അതായത് സ്വാമി പറഞ്ഞു വരുന്നത് അന്ന് ഇവൻ ചവിട്ടിയ ചെറുനാരങ്ങിൽ നിന്നും വന്ന ദുരാത്മാവാണ് ഇവനെ ബാധിച്ചിരിക്കുന്നതെന്ന് അല്ലേ? അതെ, അതെന്റെ കൈ കൊണ്ട് തന്നെ എന്റെ അച്ഛനെ കൊന്ന് പ്രതികാരം വീട്ടി. അതെ, അവൻ പ്രതികാരദാഹിയായ രക്തരക്ഷസാണ്. അവൻ ഒരുത്തനെയും വെറുതെ വിടില്ല. അങ്ങനെ പറയല്ലേ സ്വാമി. അവനെ എങ്ങനെയെങ്കിലും നിർവീര്യമാക്കണം. അവൻ വീർ സിംഗിന്റെ ശരീരം ഉപയോഗിച്ച് എല്ലാ ജീവികളെയും കൊന്നുകൊടുക്കും. അവനെ ഇല്ലാതാക്കണം സ്വാമിജി. അവനെ തടയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. ഞാൻ എൻ്റെ ശക്തി ഉപയോഗിച്ച് കുറച്ച് സമയം വരെ വീർ സിംഗിനെയും ആ പിശാചിനെയും അകറ്റി മാറ്റാം. ആ സമയം കൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ കൃത്യമായി ചെയ്യണം. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാം സ്വാമി. അപ്പോൾ ശരി, ഇന്ന് രാത്രി ഞാൻ നിന്റെ അടുത്ത് ഒരു ബാലകനെ അങ്ങോട്ട് അയക്കും. ആ ബാലകനെ നീ വേട്ടയാടാൻ തയ്യാറാകണം. പിന്നെ ബാക്കി കാര്യങ്ങൾ ആ സന്യാസി വീർ സിംഗിന്റെ ചെവിയിൽ പറഞ്ഞു. വീർ സിംഗ്, നിന്റെ യജമാനൻ എത്തിയിരിക്കുന്നു. വാ, നമുക്ക് വേഗം പോയി വേട്ടയാടാം. എന്നത്തെയും പോലെ ഇന്ന് രാത്രിയും വീർ സിംഗിനെ വേട്ടയാടാൻ കൊണ്ടുപോയി ആ രക്തദാഹി. പരിസരത്തൊന്നും ഒരു മൃഗത്തെയും അവർക്ക് കാണാൻ പറ്റിയില്ല. പെട്ടെന്നാണ് സന്യാസി പറഞ്ഞതുപോലെ തന്നെ ഒരു കുഞ്ഞുകുട്ടി അവരുടെ മുമ്പിൽ വന്നുപെട്ടത്. ഞാൻ കുറച്ചു സമയം ദുരാത്മാവിൽ നിന്നും വീർ സിംഗിനെ മാറ്റി നിർത്തുന്നു. ഓം ഹ്രീം ക്ലീം ചാമുണ്ടായ സ്വാഹ. ഓം ഹ്രീം ക്ലീം ചാമുണ്ടായ സ്വാഹ. ആ മന്ത്രശക്തി കൊണ്ട് വീർ സിംഗ് ആ ദുരാത്മാവിന്റെ കയ്യിൽ നിന്നും കുറച്ചു സമയത്തേക്ക് രക്ഷപ്പെട്ടു. പക്ഷെ ഈ കാര്യം ദുരാത്മാവിന് പിടികിട്ടിയില്ല. ആ സന്യാസി പറഞ്ഞതനുസരിച്ച് വീർ സിംഗ് ആ കുഞ്ഞു ബാലനെ വേട്ടയാടാൻ ഒരുങ്ങി. ആ കുഞ്ഞിനെ വേട്ടയാടാൻ ഒരുങ്ങി നിന്ന വീർ സിംഗിനെ കണ്ട് ദുരാത്മാവ് ഉച്ചത്തിൽ കരഞ്ഞു. വേണ്ട, ആ കുഞ്ഞിനെ തുടരുത്. യജമാനെ, ഞാൻ ഇന്ന് ഈ കുട്ടിയെ വേട്ടയാടി നിങ്ങൾക്ക് തരാം. വേണ്ട, നീ അവനെ കൊല്ലരുത്. കുറെ മൃഗത്തെ കൊന്നു തിന്നതല്ലേ അങ്ങ്? ഇന്ന് ഒരു മനുഷ്യ കുഞ്ഞിന്റെ മാംസം തിന്നു നോക്കുന്നേ. വേണ്ട, നീ അവനെ കൊല്ലരുത്. വീർ സിംഗ് സന്യാസി പറഞ്ഞതുപോലെയൊക്കെ ചെയ്യാൻ തുടങ്ങി. എടാ സിംഹമേ, നീ അവനെ കൊല്ലരുത്. ഞാൻ പറയുന്നത് കേക്ക്. നീ അവനെ കൊല്ലരുത്. നീ പറയുന്നത് ഞാൻ കേക്കില്ലടാ പിശാചേ. നിന്റെ പിടിയിന്ന് ഞാൻ എപ്പോഴോ പുറത്തു വന്നു കഴിഞ്ഞു. നിനക്കോ ഈ കുട്ടിയെ വേണ്ട. എനിക്ക് വിശക്കുന്നു. ഞാൻ ഇവനെ വേട്ടയാടി തിന്നാൻ പോവാ. നോക്കൂ, നീ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാം. പക്ഷെ കുട്ടിയെ നീ വെറുതെ വിടണം. ഈ കുഞ്ഞിനോട് എന്തിനാടാ നിനക്ക് ഇത്രയും ഇഷ്ടം? നിനക്കിവനെ അറിയാവടാ? എനിക്കറിയില്ല, പക്ഷെ ഞാൻ ചാകുമ്പോൾ ഞാൻ ഇവനെ പോലെ തന്നെ ഒരു ബാലകനായിരുന്നു. എന്നെ പോലെ ഒരു ബാലകനും ദുരാത്മാവായി മാറരുത്. അപ്പോൾ മരത്തിന്റെ പുറകിൽ ഒളിച്ചിരുന്ന സന്യാസിയും ചങ്കിയാടും പുറത്തു വന്നു. ഓം ചാമുണ്ടേശ്വരി, പിശാചേ,
ഈ വീർ സിംഗിന്റെ ശരീരത്തിൽ കയറി എത്ര ദുഷ്പ്രവൃത്തികളാണ് ചെയ്തു കൂട്ടിയിരിക്കുന്നത്. പക്ഷേ ഈ കുട്ടിയെ രക്ഷിച്ച് ഈ നിനക്കുള്ളിലുള്ള നന്മ പുറത്തു കളച്ചിരിക്കുന്നു. അപ്പോൾ ദുരാത്മാവ് എല്ലാവർക്കും ദൃശ്യനായി. എന്റെ ശക്തി കുറയുമ്പോൾ എല്ലാവർക്കും എന്നെ കാണാൻ പറ്റും. എന്താ നിങ്ങൾക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? അത് ഞാൻ നിന്റെ ആത്മാവിനെ മുക്തി നേടാൻ സഹായിക്കുന്നതായിരിക്കും. ഇത് കേട്ട ദുരാത്മാവിന് സന്തോഷമായി. എന്ത്? ഈ ആത്മാവിന് മോക്ഷം കിട്ടുമോ? ആ, അങ്ങനെയെങ്കിൽ ഞാൻ വീർ സിംഗിനെ എന്നിൽ നിന്നും സ്വതന്ത്രനാക്കാം. പറഞ്ഞതനുസരിച്ച് വീർ സിംഗിനെ പിശാജ് സ്വതന്ത്രനാക്കി. ആ സന്യാസി വര്യൻ തന്റെ ആശ്രമത്തിൽ വലിയൊരു യാഗം നടത്തി പിശാജിന് മോക്ഷം നേടിക്കൊടുത്തു. അതോടുകൂടി ആ കാട്ടിലെ ജീവികളൊക്കെ സന്തോഷത്തോടുകൂടി ജീവിച്ചു. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.